ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്ത സംഭവത്തിൽ പ്രതികരണവുമായി NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. ഈ പരിപ്പൊന്നും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വേവില്ല. താൻ ആരോപണം ഉന്നയിച്ച് 3 ആഴ്ചകൾക്ക് ശേഷമാണ് കോടതിയിൽ പോയത്. ഇന്നലെ സെക്രട്ടേറിയറ്റിൽ നിന്ന് മേജർ മൈനിങ്ങിന്റെ ഫയലുകൾ നഷ്ടപ്പെട്ടു. ഫയലുകൾ മുഖ്യമന്ത്രിയും KC വേണുഗോപാലും ചേർന്ന് ചോർത്തിയെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. മനീഷ് മഹിബാൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, കോടതി നടപടികൾ നിയമ നടപടികളുമായി KC വേണുഗോപാൽ മുന്നോട്ട് പോകുമ്പോഴും ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണോ ശോഭാ സുരേന്ദ്രൻ? ഗോകുൽ, ഒരു വശത്ത് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് AICC ജനറൽ സെക്രട്ടറി, മറുവശത്ത് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. അങ്ങനെ ഇരുവരും തമ്മിലുള്ള വാഗ്വാദം ഒരു നിയമ പോരാട്ടത്തിലേക്ക് എത്തിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ, അതായത് ശോഭാ സുരേന്ദ്രൻ തൻ്റെ ആദ്യ പ്രചരണ ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്താണെങ്കിലും KC വേണുഗോപാൽ ഇതുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടത്തിന് മാനനഷ്ട കേസ് ഫയൽ ചെയ്ത സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇവയൊക്കെയാണ്. എന്തുകൊണ്ടാണ് താൻ ആദ്യഘട്ട പ്രചരണത്തിൽ ഉന്നയിച്ച ഇത്തരം ആരോപണങ്ങൾക്ക് 20 ദിവസങ്ങൾക്ക് ശേഷം, ഏകദേശം 3 ആഴ്ചകൾക്ക് ശേഷമാണ് ഒരു മറുപടി വന്നിരിക്കുന്നത്? എന്തുകൊണ്ട് ആദ്യം ഇത് സംബന്ധിച്ച് കോടതിയിൽ പോയില്ല എന്നുള്ള വലിയ രീതിയിലുള്ള കുറ്റപ്പെടുത്തലാണ് പ്രതികരണമാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ മാനനഷ്ട കേസാണ് ഫയൽ ചെയ്തിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ആലപ്പുഴ ജില്ലാ സെഷൻസ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തി അവിടെ മജിസ്ട്രേറ്റ് മുൻപാകെ KC വേണുഗോപാൽ മൊഴി നൽകിയിട്ടുള്ളത്. KC വേണുഗോപാലിൻ്റെ പ്രധാനപ്പെട്ട മൊഴികളിലെ കാര്യം, അതായത് ഈ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണിത്, ഒരു തരത്തിൽ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണിത് എന്നാണ് KC വേണുഗോപാൽ ഈ മൊഴിയിൽ പറയുന്ന കാര്യം. പക്ഷേ ഇതിനൊക്കെ തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ മറുപടി, വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ KC വേണുഗോപാലിൻ്റെ കൂടുതൽ അഴിമതി കഥകൾ താൻ പുറത്തുവിടും, ഒപ്പം തന്നെ കേന്ദ്ര ഏജൻസികൾ വഴി ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈകാതെ തന്നെ ED അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ KC വേണുഗോപാലിനെ തേടി വരും എന്നുള്ള മറ്റൊരു മറുഭാഗ ഭീഷണിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെല്ലുവിളിയാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്താണെങ്കിലും ഇരുവരും തമ്മിലുള്ള വാഗ്വാദം നിലവിൽ നിയമ പോരാട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഏത് രീതിയിലായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ കൊഴുക്കുക എന്നാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. ഗോകുൽ. ശരി മനീഷ്, ഏതായാലും ശോഭാ സുരേന്ദ്രന്റെ ഇന്നത്തെ പ്രതികരണത്തിലേക്ക് കൂടി. ഈ പരിപ്പൊന്നും ആലപ്പുഴയിലെ പാർലമെന്റ് മണ്ഡലത്തിൽ ഞാൻ വേവിക്കില്ല മിസ്റ്റർ വേണുഗോപാൽ. ഞാൻ ഈ ആരോപണം ഉന്നയിച്ചത് ഞാൻ ഇവിടെ വന്നിറങ്ങിയതിൻ്റെ പിറ്റേ ദിവസമാണല്ലോ. അപ്പോൾ കഴിഞ്ഞ 3 ആഴ്ചക്കാലം KC വേണുഗോപാലിന് കോടതിയിൽ പോകാൻ സമയം കിട്ടിയില്ല. എന്താ കാരണം? ഇന്നലെയാണ് സെക്രട്ടേറിയറ്റിനകത്ത് നിന്ന് മേജർ മൈനിങ്ങിൻ്റെ ഫയലുകൾ നഷ്ടപ്പെട്ടത്. അപ്പോൾ ഫയലെല്ലാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും പിന്നെ KC വേണുഗോപാലും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നഷ്ടപ്പെടുത്തിയതിന് ശേഷം കോടതി മുമ്പാകെ പോയിരിക്കുകയാണ്.